Hi friends, welcome back to SHADI'S corner. നമ്മുടെ റെസിപ്പി ഒരു കേക്കാണ്, അപ്സൈഡ് ഡൗൺ പൈനാപ്പിൾ കേക്ക്. വീഡിയോക്ക് താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണും അമർത്തുക. ഇതിനെന്തൊക്കെ വേണം നോക്കാം. പൈനാപ്പിൾ വേണം, പിന്നെ 1/4 കപ്പ് മൈദ, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര, പിന്നെ 3/4 കപ്പ് പാല്, പിന്നെ 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്, പിന്നെ 1/2 കപ്പ് ഓയില്, പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇത് മെൽറ്റായി വരട്ടെ. ഷുഗർ മെൽറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഷുഗർ കരിഞ്ഞു പോകും. കരിഞ്ഞാൽ അത് കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. ഷുഗറൊക്കെ പാകത്തിന് മെൽറ്റായി വന്നിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഇത് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചതായിരുന്നു, ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. ചുറ്റിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് ഉറച്ചു പോവും. ഈ പൈനാപ്പിൾ ഇതിൽ നിരത്തി വെച്ച് കൊടുക്കാം. നടുവിലായിട്ട് ചെറിയ വെച്ചെടുക്കാം. ഇത് മാറ്റി വെക്കാം. നമുക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടി ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിന് 3/4 കപ്പ് പാലിലേക്ക് ഒരു ടീസ്പൂൺ വിനെഗർ, ഇത് 1/2 ടീസ്പൂണിൻ്റെ സ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം ഒഴിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ബൗളെടുത്ത് ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബട്ടർ മിൽക്ക് ഒഴിക്കാം. ഈ ഓയിലും മിൽക്കും നല്ലോണം കമ്പൈൻഡ് ചെയ്ത് വരണം, മിക്സാക്കി കൊടുക്കുക. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദ, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, ഇതിലേക്ക് അരിച്ച് തട്ടി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ 1 ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ്, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും. ഇനി നന്നായി മിക്സ് ചെയ്യാം.
നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി കേക്ക് ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൽ എയർ ബബിൾസ് പോകാനായി ഒന്ന് തട്ടി കൊടുക്കാം. ഇത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് കേക്ക് ടിന്ന് ഈ നോൺ സ്റ്റിക്കിൻ്റെ ഇതിലേക്ക് ഇറച്ചിട്ട് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 50-55 മിനിറ്റ് വരെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. 50-55 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല ഉണ്ടെങ്കിൽ കേക്ക് വെന്തു എന്നർത്ഥം. ഇനി ഒരു ചൂടാറിയതിന് ശേഷം ഈ ടിന്നിൽ നിന്ന് മാറ്റാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അപ്സൈഡ് ഡൗൺ പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൽ മുട്ട ചേർക്കാതെ ഞാൻ ഉണ്ടാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.